തിരുവനന്തപുരം തമ്പാനൂരിൽ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ കാണാതായി. മാരായിമുട്ടം സ്വദേശി ജോയിക്കായി തെരച്ചിൽ തുടരുകയാണ്. കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനാണ് ജോയി. തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിനിടയിൽ പെട്ടു എന്നാണ് സംശയം. ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഈ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രുതി, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഏകദേശം ഈ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ വൃത്തിയാക്കുന്നതിന് വേണ്ടി 4 പേർ ഇവിടെ ഇറങ്ങുകയായിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന തോട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിനകത്തുകൂടി പോകുന്ന തോട്ടിലാണ് സംഭവം ഉണ്ടായത്. ആമയിഴഞ്ചാൻ തോട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു തോടാണ്. അവിടെ 4 പേർ ചേർന്ന് ഇന്ന് രാവിലെ ഇവിടുത്തെ വേസ്റ്റ് പുറത്ത് കളയുന്നതിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു. ആ വേസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ 9 മണിയോടുകൂടി 4 പേർ തുടങ്ങി. അതിൽ പെട്ടെന്ന് മഴ വന്ന സമയത്ത് വലിയ വെള്ളം വരികയും അതിൽ ഒരാൾ, അതായത് മാരായിമുട്ടം സ്വദേശി ജോയി, കല്ലിൽ പിടിക്കാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ കൈ വഴുതി വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയം മുതൽ ഇവിടേക്ക് ഫയർഫോഴ്സിൻ്റെ ടീം എത്തി പരിശോധന തുടങ്ങിയതാണ്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം മുങ്ങിയിട്ടുള്ള പരിശീലനമാണ് തുടരുന്നത്. ആമയിഴഞ്ചാൻ തോട്ട് നമുക്കറിയാവുന്നതുപോലെ ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഇവിടെ നിന്ന് ഒഴുകി തുടങ്ങുന്നത്. ഇവിടെ എല്ലാ ഭാഗത്തും മാലിന്യ കൂമ്പാരം തന്നെയാണ്. അങ്ങനെ ഇടയ്ക്കിടെ ഇത് വൃത്തിയാകുന്ന ഒരു രീതിയുമുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു അനിഷ്ട സംഭവം ഇന്ന് ഉണ്ടായത്. ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ കൂടി നിൽക്കുന്ന മാലിന്യങ്ങൾ വലയിലേക്കാക്കി അത് പുറത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് തെരച്ചിൽ കുറച്ചുകൂടി എളുപ്പമാവും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനടിയിൽ കൂടി ഈ തോട് അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുകയാണ്. ഇതിൻ്റെ അപ്പുറം, ഒരുപാട് അപ്പുറമാണ് ഈ തോടിൻ്റെ അപ്പുറം ഭാഗത്തുള്ള ഓപ്പണിങ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതിൻ്റെ സാധ്യത? എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ തെരച്ചിൽ മുമ്പോട്ട് പോകുന്നത്? വേസ്റ്റ് മാറ്റിയാൽ നമുക്ക് തെരച്ചിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ വേസ്റ്റിൻ്റെ അടിയിൽ കൂടി ഞങ്ങൾ പോയി കുറേ ദൂരം സെർച്ച് ചെയ്തു, സ്ക്യൂബ മാസ്ക് ഇട്ടിട്ട് സെർച്ച് ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി മാത്രമല്ല വിസിബിലിറ്റിയും കുറവാണ് ഈ അഴുക്കുള്ളതായതുകൊണ്ട്. അപ്പോൾ ഇനി വേസ്റ്റ് മാറ്റിയാലേ ബാക്കി സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലേ കൂടി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇവിടെ വെള്ളം നല്ല വാട്ടർ ലെവൽ നല്ല ഹൈ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലേക്ക് പോകാൻ ചെറിയ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും ഈ പറഞ്ഞത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്നുമില്ല. അപ്പോൾ ബാക്കി സെർച്ച് ചെയ്യണം. ഓക്കെ. ഈ പറഞ്ഞതുപോലെ സെർച്ചിങ്ങിനുള്ള സംവിധാനമാണ് ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രാവിലെ മുതൽ തന്നെ ഇവർ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. നമുക്ക് ഇതിലേക്കൊന്ന് പോയാൽ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകാനുള്ള ഒരു സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നുള്ള വേസ്റ്റ് കൂടി നീക്കിയതിന് ശേഷം ഇവിടെ കൂടി തെരഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ കൂടി സ്കൂബ ടീം അംഗങ്ങൾ കുറേ കൂടി ദൂരത്തേക്ക് പോയി അതിനുശേഷം പരിശോധന വീണ്ടും ഇപ്പോൾ പുറത്ത് തുടരുകയാണ്. ഇതിലൊരു മാലിന്യം തന്നെയാണ് ഇതിലൊരു ഗുരുതരമായ ഒരു പ്രശ്നം. എല്ലാ കാലത്തും വലിയ മാലിന്യക്കെട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ കഴിയുന്നു. 2 മണിക്കൂർ പിന്നിടുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടമിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സംബന്ധിച്ചാണ് ഇനിയുള്ള ആലോചന. കോർപ്പറേഷൻ മേയറെത്തി, മറ്റ് ഉദ്യോഗസ്ഥരെത്തി ഈ തെരച്ചിലിന് നേതൃത്വം നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തെരച്ചിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിർദ്ദേശം നൽകുന്ന കോർപ്പറേഷൻ? ഇപ്പോൾ അടിയന്തരമായി ഈ വർക്ക്, ഇവിടെ മാലിന്യം മാറ്റുന്ന വർക്കടക്കമാണ് ഇപ്പോൾ റെയിൽവേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അടിയന്തരമായി മാറ്റുന്നതിന് പോലീസുമായി ആലോചിച്ചുകൊണ്ട്, അതുപോലെ ഫയർഫോഴ്സുമായി ആലോചിച്ചുകൊണ്ട് നഗരസഭ എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്യും. അതിൽ ഒരു JCBയും ഈ മാലിന്യം മാറ്റുന്നതിനാവശ്യമായ വാഹനങ്ങളും ഇവിടെ ഉടനെ തന്നെ എത്തിച്ചേരാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സ്ഥലം റെയിൽവേയുടേതായതുകൊണ്ട് ഇതിൻ്റെ ചുമതല റെയിൽവേയാണ് അതിൻ്റെ. അതുകൊണ്ട് കളക്ടറുടെ യോഗത്തിനും അതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ മഴയുണ്ടായ സമയത്തൊക്കെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുകയും റെയിൽവേ കരാർ കൊടുത്തതനുസരിച്ചാണ് ഈ വർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 5 ദിവസത്തിൽ മേലെയായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശരിക്കും വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല എന്നാണ് ഞാനിവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അവരിറങ്ങി, ജീവനക്കാരിറങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി 2 മണിക്കൂർ കഴിഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ തിരയാണ്. എന്താ ഇനി മുമ്പോട്ട് എങ്ങനെയാണ്? നമുക്കിതിപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ വർക്കിൻ്റെ ഭാഗമായി തന്നെ ശേഖരിച്ചിട്ടുള്ള മാലിന്യം അടിയന്തരമായി മാറ്റുക എന്നുള്ളതാണ്. അതിൽ നഗരസഭയുടെ വാഹനം കൂടി എത്തിച്ചുകൊണ്ടുള്ള അതിൻ്റെ മാറ്റം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്.
സുദീപ് പറഞ്ഞതുപോലെ പരമാവധി ശ്രമിക്കുക എന്നതിലുപരിയായി കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പരമാവധി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കോർപ്പറേഷനും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മേയർ പറഞ്ഞതുപോലെ ഈ സ്ഥലം എന്നുള്ളത് റെയിൽവേയുടെ പരിധിയിലുള്ള ഒരു സ്ഥലമാണ്. റെയിൽവേ ആണ് ഇതിന് ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ചെയ്യേണ്ടതും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തമ്പാനൂരിൽ ട്രെയിൻ നിർത്തുന്ന സ്ഥലമാണ്, അതായത് പ്ലാറ്റ്ഫോമിൻ്റെ പിറകുവശത്തുള്ള സ്ഥലമാണ്. അതിനോട് ചേർന്നാണ് ഈ ആമയിഴഞ്ചാൻ തോട് ഇവിടെ നിന്ന് പോകുന്നത്. ഇതിപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കൂടി മറുഭാഗത്താണ് എത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് സമയം കഴിയുന്നതോടുകൂടി അപ്പുറം ഭാഗത്തേക്കും ഇതിൻ്റെ തെരച്ചിൽ തുടരേണ്ടി വരും എന്നതാണ്. 4 പേരാണ് രാവിലെ ഉണ്ടായത്. 4 പേർ ഏതാണ്ട് 8-9 മണിയോടുകൂടി ജോലി തുടങ്ങി. സാധാരണ ജോലി ചെയ്യുന്നവർ തന്നെയാണ്. വലിയ ഒറ്റയ്ക്കാണ് ഈ പറയുന്ന പോലെ മാലിന്യം ഈ ആമയിഴഞ്ചാൻ തോടിൽ കിടക്കുന്നത്. അത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് കനത്ത മഴയുണ്ടാവുകയും ആ മഴയിൽ വെള്ളം പെട്ടെന്ന് കയറുകയും ചെയ്തു. അപ്പോൾ 3 തൊഴിലാളികൾക്ക് പെട്ടെന്ന് തന്നെ 3 തൊഴിലാളികൾക്ക് പുറത്തേക്ക് പിടിച്ച് കയറാൻ പറ്റി. ഈ മരായമുട്ടം സ്വദേശിയായ ജോയി അവിടെ നിന്ന് ഒരു കല്ലിൽ പിടിച്ച സമയത്ത് കൈ വഴുകി താഴേക്ക് വീഴുകയായിരുന്നു. പുറത്തുനിന്ന് ഒരാൾ കയറിട്ട് കൊടുത്തെങ്കിലും ആ ഒരു കയറിൽ പിടിക്കുന്നതിന് വേണ്ടി നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാ സംവിധാനത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്കൂബ ടീം ചെയ്യുന്ന തെരച്ചിൽ ഇവിടെ നിന്ന് പുറത്തുനിന്ന് നോക്കി നിൽക്കുക എന്നല്ലാതെ അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഒരു മനുഷ്യജീവൻ ഇതിനകത്ത് അകപ്പെട്ടിട്ട് ഇപ്പോൾ മണിക്കൂർ 2 കഴിയുന്നു. വലിയ ജനക്കൂട്ടമാണ് ഇവിടെ എങ്ങുമുള്ളത്. ആമയിഴഞ്ചാൻ തോട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ സാധാരണ കാണുന്നവർക്ക് വലിയ ആശങ്കയാണ്, എങ്ങനെയാണ് ഇതിനടിയിലിറങ്ങി ഇവരിങ്ങനെ ഈ മാലിന്യം വാരുന്നത് എന്നത് സംബന്ധിച്ച്. ഈ നഗരത്തിലുള്ള ഒട്ടുമിക്ക മാലിന്യങ്ങളും തള്ളുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലാണ് എന്നുള്ളതാണ്. ഇത് ഈ തമ്പാനൂരിൽ നിന്ന് തുടങ്ങുന്നത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആമയിഴഞ്ചാൻ തോട് പോകുന്ന ഭാഗത്തെല്ലാം അത്യധികം മാലിന്യം പേറുന്ന ഒരു തോടാണ് ആമയിഴഞ്ചാൻ തോടെന്ന് എല്ലാവർക്കും അറിയാം. അതിനിടയിലാണ് ഈ ദാരുണമായ ഒരു സംഭവം ഇന്ന് രാവിലെ ഉണ്ടായത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഇവിടെ കാണാം. അതുപോലെ തന്നെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന മറ്റു ഉദ്യോഗസ്ഥരെ ഇവിടെ കാണാം. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടതുപോലെ മേയർ വന്നു, ഡെപ്യൂട്ടി മേയർ വന്നു. ഇവിടെ ആംബുലൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ആംബുലൻസും മറ്റ് റെസ്ക്യൂ സംവിധാനവും ബോട്ടും എല്ലാം ഉണ്ടെങ്കിൽ പോലും മണിക്കൂർ 2 കഴിഞ്ഞിട്ടും ജോയിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടം നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ ഇതിന് ചുറ്റും രക്ഷാപ്രവർത്തനം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നു. ഇത്രയും സമയം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത് ഇവിടെ കൂടിയിരിക്കുന്ന വേസ്റ്റ് ആയിരുന്നു. ആ വേസ്റ്റ് നീക്കി അതിൻ്റെ അടിയിൽ തിരയാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നടത്തുന്നത്. അതാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സമയം ഏതാണ്ട് 2 മണിക്കൂർ കഴിയുന്നു. ഇവർ 2-3 തവണ മുങ്ങിത്താണ് പോയി ഈ കുഴലിലൂടെ അങ്ങറ്റത്ത് പോയി തിരിച്ചു വന്നു. പക്ഷേ എന്നിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു നിർഭാഗ്യകരമായ സംഭവമായിരുന്നു. അതായത് ഈ വേസ്റ്റ് എടുക്കുന്ന സമയത്ത് പൊടുന്നനെ ഉണ്ടായ കനത്ത മഴ, ആ മഴയിലാണ് ജോയിയുടെ കൈവിട്ട് പോവുകയും ജോയി ഈ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തത്. ആ സമയം മുതൽ തുടങ്ങിയ തെരച്ചിലാണ്. സംഭവം നടന്നത് തിരുവനന്തപുരം നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ വളരെ എളുപ്പം അപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി. അവർക്കാവുന്ന രീതിയിലെല്ലാം തെരഞ്ഞു. പക്ഷേ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ള തെരച്ചിൽ ഈ മാലിന്യം നിറഞ്ഞ തോട്ടിനകത്ത് തുടരുകയാണ്. ഈ തോട്ടിൻ്റെ അപ്പുറം ഭാഗം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. അപ്പുറം ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ ഈ മാലിന്യത്തിൻ്റെ ഒരു ആഴം കാണാം, ശ്രുതി. അതായത് എത്രത്തോളം മാലിന്യമുണ്ട് എന്നുള്ളത്. ഇതുപോലെ കെട്ടിക്കിടന്ന മാലിന്യമാണ് ഇവിടെയും ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാമെന്ന് തോന്നുന്നു. അപ്പുറമുണ്ടായ അതുപോലെയുള്ളതായിരുന്നു ഇപ്പുറവും. ഇത് മാറ്റി തുടങ്ങിയതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേത് മാറ്റാൻ. അപ്പോൾ അങ്ങനെ മാറ്റിയതാണ്ട് പകുതിയായ സമയത്താണ് അങ്ങനെയുള്ള വേസ്റ്റിൻ്റെ ഭാഗമാണ് ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊടുന്നനെ മഴ വന്നതും ജോയി ഈ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയതും. എവിടെയാണെന്നോ ഒന്നും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം. പരിശോധന തുടരുന്നു, തെരച്ചിൽ തുടരുന്നു. ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ വേസ്റ്റ് മാറ്റിയതിന് ശേഷം വളരെ പെട്ടെന്ന് തെരച്ചിൽ ഊർജിതമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എന്തായാലും മഴ ശമിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നന്നായി പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. കാരണം എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ ജോയിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. എവിടെയായിരിക്കാം, ഏത് ഭാഗത്തേക്കായിരിക്കാം എന്നത് സംബന്ധിച്ചൊരു ഊഹവുമില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൻ്റെ തൊട്ടപ്പുറം ഭാഗത്ത് ഈ കോൺക്രീറ്റിൻ്റെ അടിയിലൂടെയാണ് ഈ തോട് ഒഴുകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കോൺക്രീറ്റിൻ്റെ അടിയിലൂടെ, ആ 3 പേർ നിൽക്കുന്നതിൻ്റെ അടിയിലൂടെയാണ് തോട് ഒഴുകുന്നത്. അവിടുന്ന് അകത്തേക്ക് കുറേ നേരത്തെ സ്കൂബ ടീം പോയി നോക്കി, പക്ഷെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഈ വേസ്റ്റ് പൂർണ്ണമായി നീക്കിയതിന് ശേഷമുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ ജോയിയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ശ്രുതി.